തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എറണാകുളത്ത് ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. 3 പതിറ്റാണ്ടിലേറെ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന ബി.ജെ.പി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്യാമള എസ് പ്രഭുവാണ് നേതൃത്വവുമായി ഇടഞ്ഞിരിക്കുന്നത്. ജില്ലാ നേതൃത്വം തനിക്ക് സീറ്റ് നിഷേധിച്ചതിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ശ്യാമള എസ് പ്രഭു കൈരളി ന്യൂസിനോട് പറഞ്ഞു. അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയാൻ പാടില്ല. കൊച്ചു കുട്ടികൾ പോലും സഹിക്കില്ല. അത്രയ്ക്ക് വേദനിക്കുന്ന രംഗങ്ങളാണ് അവർ ഓരോരുത്തരും എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യത്തിന് എന്നെ വിളിക്കാറില്ല. മീറ്റിങ്ങിനാണെങ്കിലും ഇതാണെങ്കിൽ ഒന്നിനും ഒരു ഇതും എന്നോട് കാണിക്കാറില്ല. കൊച്ചി കോർപ്പറേഷനിലെ ആദ്യ ബി.ജെ.പി കൗൺസിലറും മട്ടാഞ്ചേരി ചെർളായി ഡിവിഷനിൽ നിന്ന് 1988 മുതൽ തുടർച്ചയായി 6 തവണ കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന ബി.ജെ.പി നേതാവുമായ ശ്യാമള എസ് പ്രഭുവാണ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ വിശദീകരിക്കുന്നത്. 2015 തനിക്കെതിരെ വിമതനായി മത്സരിച്ചയാളും അന്ന് അയാളെ പിന്തുണച്ച് നടപടിക്ക് വിധേയരായവരുമൊക്കെയാണ് ഇപ്പോഴത്തെ ബി.ജെ.പി മട്ടാഞ്ചേരി മണ്ഡലം ഭാരവാഹികളെന്ന് ശ്യാമള എസ് പ്രഭു ചൂണ്ടിക്കാട്ടി. പുതുതലമുറയ്ക്ക് അവസരം നൽകണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്നത്. എന്നാൽ ഇനിയും അപമാനം സഹിച്ചു തുടരേണ്ടതില്ലെന്ന് കണ്ടാണ് ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും ശ്യാമള എസ് പ്രഭു പറഞ്ഞു. കോർ കമ്മിറ്റിയുടെ ഇത് കഴിഞ്ഞ് വന്ന ലിസ്റ്റിൽ എൻ്റെ പേരൊന്നും ഇല്ല. അത് അവർക്ക് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത, ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനും ഇല്ലാത്ത ആൾക്കാരെയൊക്കെയാണ് അവർ കയറ്റിയിരിക്കുന്നത്. എന്നാൽ എന്നോട് ചോദിച്ചിട്ട് ആരെങ്കിലും പെടുത്തണോ ഇല്ലെങ്കിൽ അങ്ങനെ അതൊന്നും ഇല്ലാണ്ട് ചെയ്തിരിക്കുന്നു. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് മത്സരിക്കാനായിട്ട്. ബി.ജെ.പിയിൽ ചേരിപ്പോര് രൂക്ഷമാകുന്നതിനിടെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ BMS നേതാവായ R സതീഷും ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തി ഒറ്റയാൾ പോരാട്ടത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുതിർന്ന നേതാക്കൾ നേതൃത്വവുമായി അകലുന്നത് സ്വാധീന മേഖലയിൽ പോലും ബി.ജെ.പി വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമോ എന്ന ആശങ്കയിലാണ് നേതൃത്വം. കൈരളി ന്യൂസ്, കൊച്ചി.